അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെൻറ്റർ ദുബായ് സംഘടിപ്പിക്കുന്ന യുഎഇയുടെ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം റബ്ബുന റഹ്മാൻ, നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവാനാണ് എന്ന വളരെ ആശ്വാസകരമായ സന്തോഷകരമായൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മാനായ റബ്ബിൻ്റെ പേര് തന്നെ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് വലിയ സന്തോഷവും നമ്മുടെ മനസ്സുകൾക്ക് വലിയ ആനന്ദവും ഉണ്ടാകുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മാൻ, കാരുണ്യവാൻ എന്ന പേര് തന്നെ അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ ഏറ്റവും വലിയ പഠനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ മറ്റാരും അർഹരല്ല. തുടർന്ന് അല്ലാഹു അവനെ വിശേഷിപ്പിക്കുന്നത്, ആ ആരാധ്യനായ രക്ഷിതാവ് അല്ലാഹു ആരാണ്? അവൻ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമാണ്. അവൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ ഫാത്തിഹ സൂറത്തിൽ തന്നെ 2 തവണ അല്ലാഹുവിൻ്റെ ഈ വിശേഷണങ്ങളെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹുവിൻ്റെ അവർണ്ണനീയമായ അതുല്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് തൻസീലും മിനർ റഹ്മാനിർ റഹീം. അവിടെയും അല്ലാഹു തആല റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അവതരിപ്പിച്ചത് എല്ലാവർക്കും പരിപൂർണമായ അനുഗ്രഹമായിട്ടാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. ഖുർആൻ്റെ അവതരണം പോലും റഹ്മാനും റഹീമുമായ കാരുണ്യത്തിൻ്റെ ഉറവിടമായ റബ്ബിൽ നിന്ന് ആ കരുണ മുഴുവൻ സൃഷ്ടികളിലേക്കും അല്ലാഹു തആല നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് തന്നെയാണ് അവൻ്റെ അമ്പിയാക്കളുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ അടക്കമുള്ളവരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങൾ നാം നിയോഗിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഹബീബായ തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ പെട്ടത് തന്നെയാണ് അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിൽ ഉള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് ആനന്ദിക്കാനും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും ഒക്കെ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി കീഴ്പ്പെടുത്തി തന്നു. വൽ ഫുൽക തജ്രി ഫിൽ ബഹർ, അനന്തമായ കടലിൽ നീന്തിത്തുടിക്കുന്ന കപ്പലുകൾ, അതിനെയും അല്ലാഹു നിങ്ങൾക്ക് അത് മുങ്ങാതെ ആഴിയിലേക്ക് താണുപോകാതെ വളരെ സുരക്ഷിതമായി നിങ്ങൾക്കതിലൂടെ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടിയും
യാത്ര ചെയ്യാൻ അള്ളാഹുത്തല കീഴ്പ്പെടുത്തി തന്നു. ബിഅംരിഹി, അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ്. വിംസിക്കുസമാ അം തഖഅലൽ അർളി, ഭൂമിയുടെ മേൽ ആകാശം, ആകാശത്തിലുള്ള ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഉൽക്കകൾ, മറ്റു ഗാലക്സി സമൂഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, അതൊക്കെ ഭൂമിയിലേക്ക് വീഴാതിരിക്കാൻ അള്ളാഹു ആകാശങ്ങളെ പിടിച്ചു നിർത്തി. ഭൂമിയിൽ വീഴാതെ ആകാശത്തിൽ നിന്ന് അപകടങ്ങൾ, അപായങ്ങൾ, ഭൂമിയിൽ ദുരന്തങ്ങൾ പതിക്കാതിരിക്കാൻ അള്ളാഹു അതൊക്കെ പിടിച്ചു നിർത്തി നമുക്കവൻ്റെ റഹ്മത്ത് കൊണ്ട് ഭൂമിയിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ സംരക്ഷണം നൽകി. അതേപോലെ അള്ളാഹു പറയുന്നു, അന്തഖാലില്ല ബീദിനി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദമാണ്, അനുവാദം കൊണ്ട് മാത്രമാണ് അള്ളാഹു താല നിങ്ങൾക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇന്നല്ലാഹ ബിന്നാസിൽ റഊഫുർ റഹീം, അള്ളാഹു ജനങ്ങൾക്ക് കൃപ ചെയ്യുന്നവനും അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനുമാണ്. ഇനി മറ്റൊരായത്ത് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട അംബിയാ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകന്മാരായി അള്ളാഹു നിയോഗിച്ച ലക്ഷത്തിൽ പരം അംബിയാക്കൾ, ആ അംബിയാക്കൾ മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആശിച്ചവരും അതിനെ അഭ്യർത്ഥിച്ചവരും ആ റഹ്മത്തിൽ സന്തോഷിച്ചവരും അതിനെ കാക്ഷിച്ചവരുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാമിൻ്റെ ദുആ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. റബ്ബി ഉഫ്രിലി വലി അഖി, പഠിച്ചവനെ എനിക്കും എൻ്റെ സഹോദരൻ ഹാറൂൻ നബിക്കും നീ പുറത്തു തരണം. വദ്ഖിൽനാ ഫി റഹ്മത്തിക, നിൻ്റെ റഹ്മത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണം. അവിടെ മൂസ നബി അലൈഹിസ്സലാം പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിനോട് അഭ്യർത്ഥിച്ചത് നിൻ്റെ റഹ്മത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്നാണ്. കരുണ, കൃപ, അത് അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതാണ് അമ്പിയാക്കൾ അവനോട് ചോദിച്ചതും അമ്പിയാക്കൾ ആഗ്രഹിച്ചതും ആ കൃപയും കരുണയുമാണ്. അൻത അർഹമുർ റഹീമീൻ, പഠിച്ചവനെ നീ കൃപയും കാരുണ്യവും ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്ന അള്ളാഹുവാണല്ലോ റബ്ബേ എന്ന് മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. വദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ, പഠിച്ചവനെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമെന്ന് ദുആ ചെയ്തപ്പോഴും സുലൈമാൻ നബി അലൈഹിസ്സലാം ചേർത്ത് പറഞ്ഞത് ബിറഹ്മതിക, നിൻ്റെ റഹ്മത്ത് കൊണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എത്രമാത്രം അമ്പിയാക്കൾ ആശിച്ചു. നമ്മുടെ നേതാവ് അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ദുആ എങ്ങനെയാണ് അല്ലാഹുവിനോട് ചെയ്തത്? റഹ്മത്തുൻ തൂനീനി ബിഹാൻ റഹ്മത്തി മൻ സിവാക്ക്, പഠിച്ചവനെ മറ്റൊരാളെയും ആശ്രയിക്കാതെ നിൻ്റെ റഹ്മത്ത് നീ എനിക്ക് ഓശാരമായി തരണമെന്ന ഹബീബായ നബിതങ്ങളുടെ ദുആ, അതും റഹ്മത്തിനെയാണ് നബിതങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ദോഷികളായ ആളുകൾ അവരുടെ ദോഷങ്ങളെ അള്ളാഹു മറച്ചു വെക്കും. അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് അള്ളാഹു മാഫ് ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എനിക്ക് എൻ്റെ അടിമകളോട് അവരുടെ പ്രവൃത്തി കാരണം വല്ല ദേഷ്യവും വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് ഞാൻ അവർക്കത് പുറത്തു കൊടുക്കും, അവർക്ക് മാഫ് ചെയ്തു കൊടുക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അല്ലാഹുവിൻ്റെ കൃപയും കാരുണ്യവും എത്ര ഉദാത്തമാണ്, എന്തൊരു സ്നേഹമാണ്. റബ്ബിനവൻ്റെ അടിമകളോട് എന്തൊരു താല്പര്യമാണ്, എന്തൊരു പുരുഷമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നത് കണ്ടില്ലേ? യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെ തെറ്റ് ചെയ്ത അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച അടിമകളെ അള്ളാഹു അഭിസംബോധനം ചെയ്യുന്നത്, അള്ളാഹു വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്നാണ്. എത്ര വാത്സല്യത്തിൻ്റെ വിളിയാണത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? ലാ തഖ്നതു റഹ്മത്തില്ല, നിങ്ങൾ ദോഷം ചെയ്തു പോയതിൻ്റെ പേരിൽ, നിങ്ങൾ തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ, എൻ്റെ നിയമങ്ങളെ ലംഘിച്ചതിൻ്റെ പേരിൽ, എൻ്റെ ദേശങ്ങൾക്ക് പാത്രമായതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിയേണ്ടതില്ല. അത്രയും വിശാലമാണ് റഹ്മത്ത്. നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും, എനിക്ക് ഞാൻ റഹ്മത്ത് ചെയ്യും. അള്ളാഹു വാഗ്ദത്തം ഇങ്ങോട്ട് ചെയ്യുകയാണ്. അതാണ് റബ്ബുൽ ആലമീനായ
റബ്ബിൻ്റെ റഹ്മത്ത്. ബഹുമാനപ്പെട്ട അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖുർ റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളെ റബ്ബാണ് പറയുന്നത്. അള്ളാഹു പറയാണ് വഖാല റബ്ബുക്കും, നമ്മിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ റബ്ബ്, ഓ എൻ്റെ അടിമകളെ, നിങ്ങളെ റബ്ബ്. നിങ്ങളൊരിക്കലും റബ്ബിനെ മറ്റാരുമായി കാണേണ്ടതില്ല. നിങ്ങളെ റബ്ബ് പറയുന്നു വഖാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് പറയുന്നു ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ തരാം, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. ഈ ഒരു വാക്കിൽ പാരാവാരങ്ങളെക്കാളും വിശാലമായ, നമുക്ക് അതിർ നിർണ്ണയിക്കാൻ പറ്റാത്ത വിശാലമായ റഹ്മത്ത് പരന്നു കിടക്കുന്നില്ലേ? അള്ളാഹ് ചോദിക്കുന്നത്, അള്ളാഹു പറയുന്നത്, നിങ്ങളെ റബ്ബ് പറയുന്നു, മക്കളെ നിങ്ങൾ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ തരാം, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. റബ്ബിനോട് നമ്മൾ ചോദിക്കണ്ടേ? അവൻ്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. അള്ളാഹു പറയുന്നു, ഇന്ന റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് അമ്പിയാക്കൾക്ക് മാത്രമല്ല, ഔലിയാക്കൾക്ക് മാത്രമല്ല, സ്വാലിഹീങ്ങൾക്ക് മാത്രമല്ല, മുദ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ദോഷികൾക്ക് മാത്രമല്ല, തെമ്മാടികൾക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, നിർജീവികൾക്ക് പോലും എൻ്റെ റഹ്മത്ത് അത്രയും വിശാലമാണെന്ന് അള്ളാഹു നമ്മോട് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല പറഞ്ഞു, വഹുവ അർഹമുർ റഹീമീൻ. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് അടിമകളെ, വഹുവ, ആ ആരാധ്യനായ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആല അർഹമുർ റഹീമീനാണ് കേട്ടോ. അവൻ അർഹമുർ റഹീമീനാണ്. വെറും കാരുണ്യം ചെയ്യുന്നവൻ മാത്രമല്ല, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനാണ് അവനെന്ന് എത്ര സ്ഥലങ്ങളിലാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, എത്ര തങ്ങൾ കരഞ്ഞു, എത്ര തങ്ങൾ വിഷമിച്ചു, എത്ര തങ്ങൾ ദുഃഖിച്ചു. തങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് എത്രയാണ് തങ്ങൾ സഹിച്ചത്. അതുകൊണ്ട് ഇല്ലാ റഹ്മത്തും മിർ റബ്ബിക, എല്ലാം തങ്ങൾക്ക് സോൾവ് ചെയ്തതെന്ന്, തങ്ങൾക്ക് സന്തോഷവും സ്ഥാനവും മാനവും പദവിയും എല്ലാം തങ്ങൾക്ക് തന്ന് തങ്ങളെ സന്തോഷിപ്പിച്ചത് ഇല്ലാ റഹ്മത്തും മിർ റബ്ബിക, അതൊക്കെ തങ്ങളെ റബ്ബിൻ്റെ റഹ്മത്ത് കാരണമാണ് നബിയെ. ഇന്ന ഫദ്ലഹു കാന അലൈക കബീറ, അല്ലാഹുവിൻ്റെ ഔദാര്യം, നിങ്ങളെ റബ്ബിൻ്റെ ഔദാര്യം കാന അലൈക കബീറ, തങ്ങൾക്ക് അത് അറ്റമില്ലാത്തതാണ്, വലിയ വലിയ വണ്ണമുള്ളതാണ് നബിയെ, അതിരുകളില്ലാത്തതാണ് നബിയെ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് തരും. ഈ ലോകം പരീക്ഷണശാലയാണ്. ആ പരീക്ഷണങ്ങൾ തന്നാൽ തന്നെ അതിൻ്റെ പിന്നിൽ വലിയൊരു സന്തോഷം അല്ലാഹു, അതിനൊക്കെ മറന്നു പോകുന്നൊരു സന്തോഷം അല്ലാഹു തരും. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റ, ഏത് പ്രശ്നങ്ങളും, ഏത് പ്രതിസന്ധികളും, ഏത് ബേജാറുകളും, ഏത് വിഷമങ്ങളും അവൻ്റെ അടിമകൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ പിന്നീട് തെളിയും. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അതൊക്കെ മറന്നു പോകുന്ന സന്തോഷത്തിലേക്ക്, വിജയത്തിലേക്ക്, സമാധാനത്തിലേക്ക് അവൻ എത്തിച്ചേരും. അതാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത്, ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് ലറഊഫുർ റഹീം, അവൻ കൃപയുള്ളവനാണ് കേട്ടോ, അവൻ അനുഗ്രഹം ചെയ്യുന്നവനാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മാമിൻ ഷൈഇൻ യുസീബുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾക്ക് ഈ ലോകത്ത് സംഭവിക്കുന്ന ഏത് വിഷമങ്ങളുണ്ടോ, അത്തശൗക്കത്ത് തുസീബു, ഒരു മുള്ള് പോലും കാലിൽ തിറക്കുന്ന ഒരു മുള്ള് ഇല്ലാ കത്തബല്ലാഹു ലഹു ബിഹാ ഹസന, അതിന് അല്ലാഹു ഒരു ഹസനത്ത്, ഒരു കൂലിയല്ല, ഒരു ഹസനത്ത്, ചുരുങ്ങിയത് 10 കൂലിയെങ്കിലും അല്ലാഹു രേഖപ്പെടുത്തും. അല്ലെങ്കിൽ അവന് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു എത്ര കൃപയുള്ളവനാണ്. ഒരു മുള്ള് തറച്ചാൽ അല്ലാഹുവിൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നു. ഒരു ഹസനത്ത്, ചുരുങ്ങിയത് 10 കൂലി അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ പോലും അവൻ്റെ റഹ്മത്ത് തന്നെയാണ്. റഹ്മത്തല്ലാതെ ഒന്നും ഈ ലോകത്തില്ല. ലാ റഹ്മത്തു റബ്ബിക, റഹ്മത്തു റബ്ബിക, നിങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്ത്
അത് വളരെ വിശാലമാണ്. ഇന്നഹു സമീഉൽ അലീം. നിങ്ങളുടെ അർത്ഥനകളും പ്രാർത്ഥനകളും ദുആകളും സങ്കടങ്ങളും അഭ്യർത്ഥനകളും ആവശ്യങ്ങളും എല്ലാം അവൻ കേൾക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. നിങ്ങളൊരിക്കലും അള്ളാഹുവിനെ അന്യനായി കാണരുത്. അള്ളാഹു നിങ്ങളോട് കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി നിങ്ങൾ പറഞ്ഞു, ജഅലല്ലാഹു റഹ്മത്ത മിഅത്ത ജുസ്ഇൻ. അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ 100ആയി ഓഹരി വെച്ചിട്ടുണ്ട്. ഫഅംസക ഇൻദഹു 99 കാരുണ്യവും അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ. നാം ജീവിക്കുന്ന ഭൂമി ലോകത്ത് ഒരു ഭാഗം മാത്രമേ, 99 ഭാഗം അള്ളാഹു മാറ്റിവെച്ച് ഒരു ഭാഗം മാത്രമാണ് ഈ ഭൂമിയിൽ അള്ളാഹു തആല നിക്ഷേപിച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗമാണ് തത്തറാഹമുൽ ഖലായിഖു. ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഉമ്മമാർ മക്കളോടും, അതേപോലെ തന്നെ മൃഗങ്ങൾ അവരുടെ മക്കളോടും, ബാക്കി ഉള്ള ആളുകൾ പരസ്പരം കാണിക്കുന്ന മുഴുവൻ കാരുണ്യവും എല്ലാം അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണ്. ഈ ഭൂമിലോകത്ത് നാം അനുഭവിക്കുന്ന പരമകോടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഒരു റഹ്മത്താണ്. ബാക്കി 99 നാളെ ആഖിറത്തിലേക്ക്, പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വലിയൊരു ശുഭ പ്രതീക്ഷയാണ് നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ 99 റഹ്മത്ത് അവൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ റഹ്മത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്ന വലിയൊരു പ്രതീക്ഷ നമുക്ക് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു റാഹിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും അനുഗ്രഹം ചെയ്യണം. റാഹിമൂൻ യർഹമുഹുർ റഹ്മാൻ. കാരണം മറ്റുള്ളവർക്ക് അനുഗ്രഹം ചെയ്യുന്നവർ അല്ലാഹു യർഹമുഹുർ റഹ്മാൻ, അവർക്ക് കാരുണ്യവാനായ റബ്ബും അനുഗ്രഹം ചെയ്യും. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് അനുഗ്രഹം ചെയ്യുമ്പോൾ, അവർക്ക് കൃപ കൊടുക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അവരെ സന്തോഷിപ്പിക്കുമ്പോൾ, അവർക്ക് ജീവിതം നൽകുമ്പോൾ അള്ളാഹു നിങ്ങൾക്കെല്ലാം നൽകും. അതേപോലെ തന്നെ നിങ്ങളുടെ കൃപ നിങ്ങൾ പ്രഥമവും പ്രധാനമായും നൽകേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. ലഹുമാ ജനാഹദ്ദുല്ലി വറഹ്മ മിനർ റഹ്മ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളവരോട് അങ്ങേറ്റം ഭവ്യതയോടെ പെരുമാറണം. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരമകാരുണ്യം, നിങ്ങൾക്ക് എത്രത്തോളം കാരുണ്യം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം അവരോട് കൃപ കാണിക്കാൻ പറ്റുമോ, അത് നിങ്ങൾ അവരുടെ ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും എല്ലാ സമയത്തും അവർക്ക് നിങ്ങൾ കൃപ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളോട് നാം നമ്മുടെ ജീവിതം കൃപ നൽകിക്കൊണ്ട് കാരുണ്യം ചെയ്ത് ഭംഗിയാക്കണം. അവരോട് സ്നേഹം നൽകി, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്കൊക്കെ സ്നേഹം നൽകി നമ്മുടെ ജീവിതത്തെ നാം സജീവമാക്കണം, സന്തോഷകരമാക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ജഅല ബൈനക്കും മവദ്ദത്തും റഹ്മ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, ദമ്പതികളുടെ ഇടയിൽ അല്ലാഹു മവദ്ദത്തും റഹ്മ, സ്നേഹത്തെയും കാരുണ്യത്തെയും അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. സ്നേഹം, കാരുണ്യം. കാരണം സ്നേഹം ചിലപ്പോൾ എല്ലാ സമയത്തും നിലനിന്നുകൊള്ളുന്നതില്ല. സ്നേഹം നഷ്ടപ്പെട്ടാലും ബഖീത്തുർ റഹ്മ, കാരുണ്യം നിലനിൽക്കും. അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നത്. വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കാരണം എപ്പോഴും സ്നേഹം നിലനിൽക്കില്ല, പക്ഷെ കാരുണ്യം എപ്പോഴും നിലനിൽക്കും എന്ന് അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും കൃപ നൽകേണ്ടവർ, കാരുണ്യം നൽകേണ്ടവർ മാതാപിതാക്കൾക്ക് ശേഷം നമ്മുടെ പൊന്നോമന മക്കളാണ്. നമ്മുടെ പൊന്നോമന മക്കളാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു അഹദൻ കാന അർഹമു ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ റഅയ്തു അഹദൻ, ലോകത്ത് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, കാന അർഹമു ബിൽ ഇയാലി, കുടുംബങ്ങൾക്ക് കാരുണ്യം നൽകുന്നത് മിൻ റസൂലില്ലാഹി, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും കുടുംബങ്ങൾക്ക് കാരുണ്യം നൽകുന്ന ഒരാളെയും ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയ മഹാൻ, കൂടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ മഹാൻ ലോകത്തോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനോടുള്ള അനുസരണ, അവനോടുള്ള അവൻ്റെ അനുസരണയും അള്ളാഹുവിനോടുള്ള അനുകമ്പയും താല്പര്യവും റബ്ബിനോടുള്ള കൂറും നാം കാണിക്കണം.
ധാരാളം ഇബാദത്തുകൾ നാം ചെയ്യണം. വലിയ ഇഹ്സാൻ, നമുക്ക് എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾക്ക് നാം ചെയ്യണം. കാരണം ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, ആരാണ് നല്ലത് ചെയ്യുന്നത്, ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് ലോകത്തിന് സന്തോഷം പകർന്നു കൊടുക്കുന്നത്, ആ മുഹ്സിനീങ്ങളോടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും അടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഒരു മുഹ്സിനാവാൻ, നന്മ ചെയ്യുന്നവരാകാൻ, ലോകത്തിന് സന്തോഷം നൽകുന്നവരാകാൻ, സഹായം നൽകുന്നവരാകാൻ കഠിനമായ ശ്രമം നാം നടത്തണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അങ്ങനെയുള്ളവരോടാണ് അടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൈമുതലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, അള്ളാഹുവിന് ആരാധന നാം നിലനിർത്തണം അവൻ്റെ റഹ്മത്ത് കിട്ടാൻ. വഖീമുസ്സലാത്ത, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. വാത്തു സക്കാത്ത, കഴിവുള്ളവർ അർഹരായ ആളുകൾ സക്കാത്ത് കൊടുക്കണം. വത്തിയു റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ വേണ്ടി. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, അതേപോലെ തന്നെ ഖുർആൻ ഓതപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഖുർആനിനെ. വൻസിത്തു ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ നിശബ്ദരായി ശ്രദ്ധിച്ച് ഖുർആനിനെ കേൾക്കുകയും ഖുർആൻ്റെ ആളുകളാവുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹ, നിങ്ങൾ ധാരാളം ദിക്റുകൾ ചെല്ലണം. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം നിങ്ങളുടെ ദോഷങ്ങൾക്ക്. ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു നല്ലോണം പുറത്തു തരുന്നവനും നല്ലോണം അനുഗ്രഹം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൈമുതലാക്കാൻ എന്തെല്ലാം നന്മകൾ ആവശ്യമാണോ അതൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ റഹമുറാഹിമായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.